ശബ്ദത്തേക്കാൾ 8 മടങ്ങ് വേഗത, മിന്നും വേഗത്തിൽ ശത്രുവിനെ കീഴടക്കി ലക്ഷ്യം കാണാനുള്ള കൃത്യത. അതാണ് ഇന്ത്യയുടെ വജ്രായുധമായ ബ്രഹ്മോസിന് യുദ്ധരംഗത്ത് ആധിപത്യം നൽകുന്നത്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിക്കുന്ന അടുത്ത തലമുറ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് 2വിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിവേഗതയും കൃത്യതയുമാണ് മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ കരുത്താണ് ബ്രഹ്മോസ്. ശബ്ദത്തേക്കാൾ 8 മടങ്ങ് എന്ന ഉയർന്ന വേഗത കാരണം ശത്രുക്കൾക്ക് മിസൈലിനെ കണ്ടെത്തുകയോ തടയുകയോ എളുപ്പമല്ല. ഇത് മിസൈലിന്റെ കൃത്യതയും ശേഷിയും വർദ്ധിപ്പിക്കുന്നു. അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിനാണ് ബ്രഹ്മോസ് 2വിൽ ഉപയോഗിക്കുന്നത്. ഇത് മിസൈലിന് ഹൈപ്പർസോണിക് വേഗതയിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കുവാൻ സഹായകമാകുന്നു. ആദ്യകാല ബ്രഹ്മോസ് മിസൈലുകളുടെ പരിധി 300 കിലോമീറ്റർ ആയിരുന്നുവെങ്കിൽ പിന്നീട് ഇതിന്റെ ശേഷി വർദ്ധിപ്പിച്ച് 800 കിലോമീറ്റർ വരെ പരിധിയിലെത്തിയിരുന്നു. പുതിയ ബ്രഹ്മോസ് 2 മിസൈലിന് 600 കിലോമീറ്റർ മുതൽ 1500 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ടാകും. കരസേനയ്ക്കും നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും ഉപയോഗിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ബ്രഹ്മോസിന്റെ വ്യത്യസ്ത പതിപ്പുകളാകും വികസിപ്പിക്കുക. കരസേനയ്ക്ക് മൊബൈൽ ലോഞ്ചറുകൾ വഴിയും, നാവികസേനയ്ക്ക് യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ എന്നിവ വഴിയും, വ്യോമസേനയ്ക്ക് സുഖോയ് 30 MKI തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ വഴിയും ഇവ വിക്ഷേപിക്കുവാൻ സാധിക്കും. തദ്ദേശീയമായി വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനവും മൾട്ടി സാറ്റലൈറ്റ് ഗൈഡൻസും ഉപയോഗിക്കുന്നതിലൂടെ കൃത്യമായ ലക്ഷ്യങ്ങൾ ഭേദിക്കുവാൻ ഇവയ്ക്ക് സാധിക്കും. റഷ്യയുടെ സിർക്കോൺ മിസൈൽ സാങ്കേതികവിദ്യ കൂടി പ്രയോജനപ്പെടുത്തിയാണ് ബ്രഹ്മോസ് 2 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പരീക്ഷണ ഘട്ടങ്ങൾ പൂർത്തിയാക്കുന്നതോടെ ഇതിന്റെ സവിശേഷതകളിൽ മാറ്റങ്ങൾ വരുവാനും സാധ്യതയുണ്ട്. ഈ വർഷം അവസാനത്തോടെയോ 2027 മിസൈലിന്റെ ആദ്യഘട്ട പരീക്ഷണം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിസൈലിന് മുൻഗാമിയേക്കാൾ ഭാരം കുറവായിരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ വ്യോമസേനയുടെ പക്കലുള്ള ബ്രഹ്മോസ് NG മിസൈലിന് 2.65 ടൺ ഭാരമാണെങ്കിൽ ഹൈപ്പർസോണിക് ബ്രഹ്മോസ് 2വിന് 1.33 ടൺ മാത്രമാകും ഭാരം. ഇത് കൂടുതൽ ആയുധങ്ങൾ യുദ്ധവിമാനത്തിൽ ഘടിപ്പിക്കുവാനുള്ള അവസരം നൽകും. ആദ്യഘട്ട പരീക്ഷണങ്ങൾ കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ ഇവ സേനയുടെ ഭാഗമാകുമെന്നാണ് സൂചന. നിലവിൽ റഷ്യ വികസിപ്പിക്കുന്ന 4ാം തലമുറ യുദ്ധക്കപ്പലുകളിലും ഈ മിസൈൽ ഇടം പിടിച്ചേക്കും. മിസൈലിന്റെ പ്രധാന ഭാഗമായ സ്ക്രാംജെറ്റ് എഞ്ചിന്റെ പരീക്ഷണങ്ങൾ 2025 തന്നെ പൂർത്തിയാക്കിയിരുന്നു. അതിനാൽ മിസൈലിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. കരയിൽ നിന്നും, വിമാനങ്ങളിൽ നിന്നും, അന്തർവാഹിനികളിൽ നിന്നും ഇവ വിക്ഷേപിക്കാനാകും. ഇന്ത്യൻ DRDOയും റഷ്യൻ NPOMഉം സംയുക്തമായാണ് ബ്രഹ്മോസ് വികസിപ്പിച്ചത്. റഷ്യയുടെ തന്നെ P-800 ക്രൂയിസ് മിസൈലിനെ ആധാരമാക്കിയാണ് ഇതിന്റെ നിർമ്മാണം. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്ക്വ നദിയുടെയും പേരുകൾ ചേർത്താണ് ബ്രഹ്മോസ് എന്ന പേര് ഇതിന് വന്നത്.